നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു വാങ്ങുന്ന ഒന്നായിരിക്കരുത്, ഇല്ലേ? ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇഷ്ടങ്ങളും നമ്മൾ പിടിച്ചു വാങ്ങുക. അത് മാതാപിതാക്കളുടെ സ്നേഹമാണെങ്കിലും മക്കൾക്ക് ഉള്ള സ്നേഹമാണെങ്കിലും അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ആരാണെങ്കിലും അവർക്ക് കിട്ടാത്ത സ്നേഹത്തെ പിടിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും. അത് നടക്കാതെ വരുമ്പോഴാണ് പിന്നെ പെട്രോൾ ഒഴിയായി, കത്തിക്കലായി, കുത്തായി, വെട്ടായി എല്ലാത്തിലേക്കും പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ചാടിപ്പിടിച്ചോ ഓടിപ്പിടിച്ചോ മേടിക്കേണ്ട ഒന്നാണോ സ്നേഹം? സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഒന്നല്ലേ സ്നേഹം. പക്ഷെ പലയിടത്തും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് സ്നേഹമുണ്ടായിരിക്കാം, മറ്റേയാൾക്ക് സ്നേഹം കാണുകയില്ല. കുറച്ച് കഴിയുമ്പോൾ ഏത് സ്നേഹമാണെങ്കിലും ഒരു മടുപ്പായിട്ട് തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു പുതുമ ജീവിതത്തിൽ ഇല്ലാണ്ട് വരുന്നു. അവിടെ നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുന്നു, നമ്മളൊന്നുമല്ലാതായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതാണോ സ്നേഹം എന്ന് നമ്മൾ ചിന്തിക്കണം. സ്നേഹം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാൻ, പരസ്പരം കൊണ്ടും കൊടുത്തും ആസ്വദിക്കാനുള്ളതായിരിക്കണം സ്നേഹം, ഇല്ലേ? അല്ലാതെ ഒരാൾക്ക് മാത്രം എപ്പോഴെങ്കിലും തോന്നി, ആ സമയത്ത് ഇഷ്ടപ്പെട്ടു, പിന്നീട് അവരെ വെറുത്തു, പിന്നീട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന്. ഇതിപ്പം ഞാൻ പറയാൻ കാരണമായത് ഈ ചുങ്കത്ത് ഞങ്ങളുടെ അടുത്ത് നടന്ന ഒരു ട്രെയിനിൻ്റെ മുൻപിൽ ചാടി മരിച്ച ഒരു പെൺകുട്ടിയിൽ ഷൈനി, അവരെ ശവടക്കിൻ്റെ ഇത് എനിക്ക് കാണാനായി ഇന്നലെ റോഡിൽ കൂടെ പോയപ്പം. അപ്പോൾ കണ്ടപ്പോൾ സങ്കടം വന്ന പോലീസും എന്ത് ജനങ്ങളും പത്രക്കാരും എന്ന് വേണ്ട ആ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞപ്പം എന്തിനാണിങ്ങനെ ഒരു സ്നേഹം, ഇല്ലേ? മനുഷ്യൻ സ്വാർത്ഥനാകുന്ന എന്തിനാണ് എന്നിങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എത്ര പേരുടെ ജീവനാണ് എടുത്ത് ഒരേ സമയം കളഞ്ഞത്? 3 പേരുടെ ജീവൻ, ഇല്ലേ? അപ്പം സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കേണ്ട. സ്വാഭാവികമായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ സ്വീകരിക്കുക, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുക, അതല്ലേ വേണ്ടത്. അവനെ ഉപേക്ഷിച്ചേക്കുക അല്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ചേക്കുക, പോകട്ടെ, അവർ സ്വൈര്യമായി ജീവിക്കട്ടെ, അത്രമാത്രം.